രേവതിയുടെ അമ്മ പോയടത്തുനിന്ന് തന്നെ തിരിച്ചു വന്നിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഞാൻ പോയാലും എൻ്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ്. സുധിയുടെ പഴയ ഗേൾഫ്രണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാണ്, നിന്നെ പൂട്ടാനുള്ള എല്ലാ പദ്ധതിയായി കഴിഞ്ഞു സുധി. ഞാൻ നിനക്ക് തന്ന പണം എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും. നിന്നെ ഞാൻ എൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ. അതും പറഞ്ഞ് അവള് അവിടുത്തെ ഒരു കൊട്ടേഷൻ ഗാങ്ങിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെക്കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്, അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് തന്നെ പറയണമെന്നൊക്കെ പറയും. എന്നിട്ട് കണ്ടുമുട്ടേണ്ട സ്ഥലവും പറഞ്ഞു കൊടുക്കും അവള്. അച്ഛനൊരു ചായ ഉണ്ടാക്കിയിട്ട് ഈ രേവതിക്ക് കൊണ്ടു കൊടുക്കും. എന്നിട്ട് വയ്ക്കും, ഇവിടേക്ക് ഓടിച്ചാടി നടന്നല്ലേ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മടുപ്പുണ്ടാവുമല്ലേ. രേവതി പറയും, പിന്നെ അല്ലാതെ. അച്ഛൻ പറയും, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നേരം പോയനെ, ഇടയ്ക്കിടയ്ക്ക് നിന്നെ വന്ന് ചൊറിയായിരുന്നു. അത് കേട്ട് രേവതി ഇങ്ങനെ ചിരിക്കുകയാണ്. അവരിങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് സച്ചി ഒരു വീൽ ചെയറുമായിട്ട് അങ്ങോട്ട് വരികയാണ്. രേവതി ചിരിക്കുന്നത് കാണുമ്പോൾ സച്ചി വയ്ക്കും, ഓ അച്ഛനെന്തോ തമാശ പറഞ്ഞല്ലേ, ഒന്നുകൂടെ പറ, ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറയും. വീൽ ചെയർ കാണുമ്പോൾ അച്ഛൻ പറയും, ആ ഇനിയിപ്പോൾ രേവതിക്ക് ബോറടിക്ക് മാറുമല്ലോ, ഇതിലിരുന്ന് വീട്ടിലൂടെ ഒക്കെ പോകാലോ എന്ന് പറയും. സച്ചി പറയും, അച്ഛൻ തള്ളിക്കൊണ്ട് വരുന്ന അച്ഛൻ്റെ ബോറടി മാറുമെന്ന് പറയും. സച്ചി രേവതിയെ ആ വീൽ ചെയറിൽ ഇരുത്താണ്. രേവതി പറയും, ഇനി വീൽ ചെയറിൽ ഇരുന്നിട്ട് പൂ കെട്ടാലോ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരും. സച്ചി പറയും, ഇതിലിരുത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും പൂ കെട്ടുന്നത് അവളുടെ ചിന്ത. അച്ഛൻ പറയും, മോളെ എന്തായത്, ജോലി ചെയ്യുന്നതൊക്കെ പിന്നെ മതി, ഇപ്പോൾ കുറച്ച് വിശ്രമിക്ക്. അച്ഛൻ പോയി കഴിയുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഒന്ന് മുന്നിലേക്ക് വന്നേന്ന് പറയും. സച്ചി വേഗം രേവതിൻ്റെ മുന്നിൽ പോയിട്ട് കുഞ്ഞിന്നിട്ട് പറയും, ആ ഉമ്മ തന്നോന്ന് പറയും. രേവതി ഷർട്ട് പിടിച്ചിട്ട് വയ്ക്കും, ഈ ഷർട്ടിൻ്റെ ബട്ടൺ എങ്ങനെ പൊട്ടി, ആരുമായിട്ടാ കച്ചറ ഉണ്ടായത്? ഇതുവരെ ചോദിക്കാതിരുന്നത് അച്ഛനുണ്ടായിട്ടാ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞൊക്കെ കള്ളം പറഞ്ഞതല്ലേ. സച്ചി പക്ഷേ അതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല. സച്ചി പറയും, ഞാൻ ആരുമായിട്ട് കച്ചറയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും. മുത്തശ്ശി വീട്ടിലേക്ക് വരികയാണ്. ഇത് കാണുമ്പോൾ രവി പറയും, ആ അമ്മേ ഓട്ടോൻ്റെ കാശ് ഞാൻ കൊടുക്കാമെന്ന് പറയും. മുത്തശ്ശി പറയും, അതൊന്നും വേണ്ട, ഞാൻ കൊടുത്തോളാന്ന് പറയും. ബാഗ് ഞാൻ പിടിക്കാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി രവിയുടെ ചെവിക്ക് പിടിച്ച് പറയും, എൻ്റെ കുഞ്ഞിന് അപകടം പറ്റിയിട്ട് ഇപ്പോഴാണോ നീ വിളിച്ചു പറഞ്ഞത്? രവി പറയും, അമ്മയ്ക്ക് വിഷമാവേണ്ടെന്ന് വിദ്യ ഞാൻ വിളിച്ച് പറയാതിരുന്നത്. മുത്തശ്ശി രേവതിയുടെ കാല് കണ്ടിട്ട് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് പറയും, ഇവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് നിന്റെ ഭാര്യയ്ക്ക് ഇവിടുന്ന് തീർത്ഥാടനത്തിൽ പോകാൻ തോന്നിയല്ലോ, അവളിങ്ങ് വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. മുത്തശ്ശി സച്ചിയുടെ കാര്യം ചോദിക്കും. അവന് നിനക്ക് ഇങ്ങനെ പറ്റി കിടക്കുമ്പോൾ അവൻ ജോലിക്ക് പോയതാണോ എന്നൊക്കെ ചോദിക്കും. രേവതി പറയും, സച്ചേട്ടൻ ഇവിടെ ഉണ്ട്, ബാത്റൂമിലാണ്, കുളിക്കാൻ കയറിയിട്ട് കുറേ നേരമായി, മുത്തശ്ശി വന്നത് അറിഞ്ഞു കാണും, അതുകൊണ്ട് പേടിച്ചിട്ടാ പുറത്തിറങ്ങാത്തതെന്ന് പറയും. മുത്തശ്ശി വന്നിട്ട് ബാത്റൂമിലെ ഡോറിൽ കുറേ മുട്ടും, പക്ഷേ സച്ചി ഒന്നും മിണ്ടില്ല. അച്ഛൻ പറയും, സച്ചി വേഗം ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നതിൻ്റെ ഡോസ് കൂട് കിട്ടുമെന്ന് പറയും. സച്ചി പറയും, ആ അച്ഛമ്മ വന്നല്ലോ എന്ന് പറഞ്ഞ് സോപ്പിടാൻ നോക്കും. അച്ഛമ്മ സച്ചിയുടെ ചെവി പിടിച്ച് തിരുമിയിട്ട് ചോദിക്കും, നീ എന്താടാ ഇവൾക്ക് അപകടം പറ്റിയ കാര്യം എന്നോട് പറയാതിരുന്നത്? സച്ചി പറയും, അച്ഛനെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. അച്ഛമ്മ അച്ഛൻ്റെ ചെവി പിടിച്ച് തിരുമിയെന്ന് പറയും. അച്ഛൻ പറയും, എടാ എനിക്ക് കിട്ടിയടാ. സച്ചി പറയും, ആ സന്തോഷമായി എന്ന് പറയും. അച്ഛമ്മയ്ക്ക് ഇതൊക്കെ പൂട്ടിയിട്ടാ മോൾക്ക് കുറച്ച് ശുദ്ധമായി കിട്ടുമെന്ന് വയ്ക്കും. എന്നിട്ട് മോളെ നമുക്ക് അപ്പുറത്തോട്ടൊക്കെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് രേവതിയെ ഉന്തിക്കൊണ്ട് പോവാണ് അച്ഛമ്മ. അപകടമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേവതി അച്ഛമ്മയോട് പറയാണ്. ഒരാളെ സംശയമുണ്ട്, ഇവിടുത്തെ ഒരു കൊള്ളപ്പലിശക്കാരനാ, പണ്ട് സച്ചേട്ടൻ അയാളെ അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ സച്ചിയെ നോക്കി ചിരിച്ചിട്ട് പറയും, അടിച്ചത് ഏതായാലും നന്നായി, എന്തിനാ അടിച്ചതെന്നൊക്കെ ചോദിക്കും. സച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, പണ്ട് എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചിട്ട് പിടിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പിന്നെ ഇവളുടെ വീട്ടുകാരെയും പാവങ്ങളെയൊക്കെ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അടിച്ചതെന്നൊക്കെ പറയും. അതിനുശേഷം ആൾക്കാർക്കൊന്നും ഒരു പേടിയില്ലാതായി അയാളെ. ഭാഗ്യത്തിന് രവതി രക്ഷപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ സച്ചിയെ പിടിച്ച് ഉന്തിയിട്ട് വയ്ക്കും, നീ കലാവധി വളർത്തിയ സുധിയാണോ അതോ ഞാൻ വളർത്തിയ സച്ചിയാണോ എന്ന് വയ്ക്കും. അടിക്കണമായിരുന്നടാ അവനെ, അല്ലാതെ പോലീസ് അവനെ പിടികൂടുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കുത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. അച്ഛമ്മ പറയും, പോയി ചെല്ലടാ, ഇപ്പം തന്നെ ഇടിക്കണം, ഞാനും കൂടെ വേണേ വരാമെന്നൊക്കെ പറയും. അച്ഛമ്മ രവതിയോട് വയ്ക്കും, നീ എന്തിനാ അവനെ പിടിച്ചു നിർത്തിയെന്ന് വയ്ക്കുമ്പോൾ രവതി പറയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ, പക്ഷേ സച്ചേട്ടൻ അവിടെ പോയിട്ട് അയാളെ അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ പറയാം, ആ സന്തോഷമായി എനിക്ക്. അച്ഛമ്മ നിലത്ത് കുത്തിയിരുന്ന് രേവതിയുടെ കാല് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, എൻ്റെ മോള് നടക്കുന്നത് കണ്ടിട്ടേ അച്ഛമ്മ ഇവിടുന്ന് പോകും. രേവതി പറയും, അച്ഛമ്മയുടെ മുന്നിലൂടെ ഞാൻ ഓടി കാണിക്കും, പോരെ?